വീഡിയോ കംപ്രഷൻ ഫോർമാറ്റ്സ്. വീഡിയോ കംപ്രഷൻ ഫോർമാറ്റ് എന്താണ്? വീഡിയോ കംപ്രഷൻ ഫോർമാറ്റ് ഏതൊക്കെ ഫോർമാറ്റുകളുണ്ട്? ഒരു വീഡിയോ ഇപ്പോൾ നമ്മൾ വീഡിയോ ഏതൊക്കെ ഫോർമാറ്റിലുണ്ട് മനസ്സിലായിട്ടുണ്ടാവില്ല. അതായത് ഇപ്പം നമ്മൾ ഓഡിയോ എന്ന് പറയുമ്പോൾ അത് .mp3 MP3 അല്ലേ. അപ്പോൾ വീഡിയോ ആകുമ്പോൾ MP4 അല്ലേ, ഒരു കംപ്രഷൻ ഒരു ഫോർമാറ്റാണ്. പിന്നെ ഇവിടെ വേറെ ഒന്നുണ്ട് MPEG, MKV, ഇതൊക്കെ ഒരു വീഡിയോ ഫയൽ ഫോർമാറ്റുകളാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ CCTV, അതായത് നമ്മളെ CCTV സിസ്റ്റത്തിൽ, നമ്മളെ ഹാർഡ് ഡിസ്കിൽ, നമ്മളെ DVR ഒക്കെ വെച്ച് DVRലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന, അതായത് DVR ഒക്കെ യൂസ് ചെയ്യുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത്, കംപ്രഷൻ ഫോർമാറ്റ് എന്ന് പറയുന്നത് ഇവിടെ ഞാൻ 3 എണ്ണം കൊടുത്തിട്ടുണ്ട്. ഈ 3 എണ്ണമാണ്. അതിൽ ഒന്നാമത്തെ നോക്കാം. എന്താണ്? H.264. H.264 എന്ന് പറയുന്നത് ഒരു കംപ്രഷൻ ഫോർമാറ്റാണ്. ഓക്കെ, പഴയ ഫോർമാറ്റുകളായ MPEGൽ നിന്നൊക്കെ അപ്ഗ്രേഡ് ചെയ്തിട്ട് അതിൽ നിന്ന് കുറച്ചുകൂടി ബെനിഫിറ്റുകൾ ഉണ്ടാക്കിയിട്ട് ഇറക്കിയ ഒരു ഫോർമാറ്റാണ് ഈ നമ്മൾ ഈ DVRലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഫോർമാറ്റാണ് H.264 എന്ന് പറഞ്ഞ ഫോർമാറ്റ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? വൈഡ്ലി യൂസ്ഡ് വീഡിയോ കംപ്രഷൻ ഫോർമാറ്റ് ഇൻ CCTV സിസ്റ്റം. CCTV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്ന ഒരു കംപ്രഷൻ ഫോർമാറ്റാണ് H.264 ഉള്ളത്. അതുപോലെ MP4, MKV ഒക്കെ പോലത്തെ ഒരു കംപ്രഷൻ ഫോർമാറ്റാണ് CCTV സിസ്റ്റത്തിൽ യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇറ്റ് പ്രൊവൈഡ്സ് ഗുഡ് വീഡിയോ ക്വാളിറ്റി വിത്ത് മോഡറേറ്റ് ഫയൽ സൈസ്. ഇത് മോഡറേറ്റ് ഫയൽ സൈസ്, ഒരു പാകത്തിനുള്ള സ്റ്റോറേജ് എടുത്തിട്ടുള്ള ഒരു ഫയൽ സൈസ്, ഒരു വീഡിയോ പാകത്തൊരു ഗുഡ് വീഡിയോ ക്വാളിറ്റിയിൽ നമുക്കൊരു ഫയൽ സൈസിൽ നമുക്കൊരു വിഷ്വൽസ് ഡാറ്റ സ്റ്റോർ ചെയ്യും എന്നുള്ളതാണ്. ഹെൽപ്പിംഗ് സേവ് സ്റ്റോറേജ് സ്പേസ് കമ്പയർഡ് ടു ഓൾഡർ ഫോർമാറ്റ്. ഇത് ഓൾഡർ ഫോർമാറ്റായ MPEGിലേറെ MPEGിനെ MPEGിനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് നമുക്ക് ഒന്നുകൂടി സ്പേസ് തരും, സ്റ്റോറേജ് സ്പേസ് നമുക്ക് കുറച്ചുകൂടി തരും. കംപ്രസ് ചെയ്തിട്ട് കുറച്ച് സ്റ്റോറേജ് സ്പേസ് നമുക്ക് തരും. പക്ഷേ വീഡിയോ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ, വീഡിയോ ക്വാളിറ്റിയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ആ ഗുഡ് വീഡിയോ ക്വാളിറ്റി തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസ് നമുക്ക് കുറച്ചുകൂടി തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഹാർഡ് ഡിസ്കിൽ നമുക്കിപ്പോൾ 10 ദിവസം റെക്കോർഡിങ്, ഒരു 500 GB ഹാർഡ് ഡിസ്കിൽ 10 ദിവസം റെക്കോർഡിംഗ് കിട്ടുന്നു. അപ്പോൾ ഒരു MPEG ഫോർമാറ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10 ദിവസം കിട്ടില്ല. കാരണം അത് കംപ്രഷൻ കുറവായതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു 5 ദിവസമോ അല്ലെങ്കിൽ 6 ദിവസമൊക്കെ കിട്ടുന്നുണ്ടാവുള്ളൂ. ആ H.264 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവർ ആ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് സേവ് ചെയ്തിട്ട് ഈ ഒരു കംപ്രഷൻ ഫോർമാറ്റിൽ കുറച്ച് കംപ്രസ് ചെയ്യുന്ന പുറമെ നമുക്ക് അതായത് വീഡിയോ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ഇല്ലാതെ. ഓക്കെ, അപ്പോൾ ഇതാണ് H.264 എന്ന് പറയുന്നത്. ഇനി ഇതെന്താണെന്ന് ഒന്നുകൂടി മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് പറയണം. H.265 ആൾസോ കാൾഡ് HEVC അഥവാ ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ്. H.265 നമ്മൾ വേറൊരു പേരും കൂടി പറയും. അതായത് നമ്മളെന്താണ് ഹൈ എഫിഷ്യൻസി വീഡിയോ കോഡിംഗ്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത? 50% ബെറ്റർ കംപ്രഷനാണ് ദാൻ H.264. അതായത് H.264ലേറെ 50% കംപ്രഷൻ നമുക്ക് എന്ത് തരും? H.265 തരും. ഇതിനർത്ഥം എന്താണെന്ന് വെച്ചാൽ more video in the same space while keeping the same quality. അതായത് ആ ഒരു സ്പേസിൽ, ഇപ്പോൾ ഈ ഒരു സ്പേസിൽ H.264 യൂസ് ചെയ്യുന്നത് ഒരു എക്സാമ്പിൾ ആട്ടോ, 6 ഡോട്ട് ആണെന്നുണ്ടെങ്കിൽ 265 അത് 1 2 3 4 5 6 7 8 9 10 11 12 എടുക്കും. അത് നേരെ ഇരട്ടിയാവും 50% കംപ്രഷനോടുകൂടി. ഓക്കെ, അപ്പോൾ അതാണ് ഡിഫറൻസ്. ആ ഒരു സ്പേസിൽ ഇത്രയും ഡാറ്റ അവർ സ്റ്റോർ ചെയ്യും, ഇവർ ഇത്രയും ഡാറ്റ സ്റ്റോർ ചെയ്യുള്ളൂ കംപ്രഷൻ. പക്ഷെ ഇതിലൊന്നും എന്തില്ല, വീഡിയോ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. ഓക്കെ, വീഡിയോ ക്വാളിറ്റിക്ക് ഒരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇയാളേറെ ഒന്നുകൂടി 50% കംപ്രഷൻ ആര് തരും? H.265. ഇനി H.265 പുറമെ ഒന്നുകൂടി അഡ്വാൻസ്ഡ് ആക്കിയിട്ട് അപ്ഗ്രേഡ് ചെയ്ത് ഇവർ ഇറക്കിയതാണ് H.265+. 4 പറഞ്ഞു അല്ലേ, ആദ്യം MPEG പറഞ്ഞു. MPEGിൻ്റെ അഡ്വാൻസ് ചെയ്തിട്ട് ഇറക്കിയതാണ് H.264. അത് കഴിഞ്ഞിട്ട് H.265 പറഞ്ഞു. ഇതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്ത് അല്ലെങ്കിൽ അഡ്വാൻസ് ആക്കിയിട്ട് ഇറക്കിയതാണ് H.265+ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ വേറൊരു പോയിന്റ് കൂടി ഉണ്ട് നമ്മൾ വിട്ടുപോയത്. ഇറ്റ് ഇംപ്രൂവ് സ്ട്രീമിംഗ് പെർഫോമൻസ് ഡ്യൂറിങ് റിമോട്ട് വ്യൂയിങ്. നമ്മൾ മൊബൈലിൽ കാണുമ്പോഴൊക്കെ നമ്മൾ ആ ഒരു സ്ട്രീം പെർഫോമൻസ്
ഒന്നുകൂടി കൂടും എന്നുള്ളതാണ്. ക്ലാരിറ്റിയിൽ മീൻസ് ആ ഒരു ക്വാളിറ്റിക്കൊന്നും വരുത്താതെ ആ ഒരു ക്വാളിറ്റി തന്നെ നമുക്ക് കറക്റ്റായിട്ട് കാണാൻ പറ്റുമെന്നുള്ളത്. ആ ഒരു സ്ട്രീമിങ് പെർഫോമൻസ് നമുക്ക് ഒന്നുകൂടി ഇമ്പ്രൂവ് ആയിട്ട് വരുമെന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്കിത് നോക്കാം. H.265+. ഇതെന്താണ്? അഡ്വാൻസ്ഡ് വേർഷൻ ഓഫ് അതായത് ഇതിൻ്റെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് എന്ത് ഈ H.265+ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് ഒരു എക്സാമ്പിൾ കൊടുത്താണ് ഇവിടെ. ഹിക്വിഷൻ പോലത്തെ ബ്രാൻഡുകൾ അല്ലേ, നമ്മളെ DVR അല്ലെങ്കിൽ CCTV ക്യാമറാസിലൊക്കെ വരുന്നൊരു ഒരു പേര് കേട്ടൊരു ബ്രാൻഡാണ് ഹിക്വിഷൻ എന്ന് പറയുന്നത്. ദഹു ഉണ്ട്, CP+ ഉണ്ട്, TP ലിങ്ക് ഉണ്ട്, മെട്രിക്സ് ഉണ്ട്, ഇങ്ങനെ കുറേ ക്യാമറകളുണ്ട്. അതിലൊരു പേര് കേട്ടൊരു കമ്പനിയാണ് ഹിക്വിഷൻ എന്ന് പറയുന്നത്. ഹിക്വിഷൻ പോലത്തെ DVRകളിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിലുള്ള ഫേമിലുള്ള വരുന്നത് ഈ ഒരു ഫോർമാറ്റാണ്. ഇപ്പോൾ നിലവിൽ ഈ ഫോർമാറ്റാണ് H.265+. ഇത് യൂസ് സ്മാർട്ട് കംപ്രഷൻ ആണ് യൂസ് ചെയ്യുന്നത്. റെഡ്യൂസ് ഫയൽ സൈസ് എക്സ്പെഷ്യലി ഇൻ സീൻസ് വിത്ത് ലിറ്റിൽ മൂവ്മെൻറ്റ്. ഇതാണ് കേട്ടോ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഈ ഒരു പോയിന്റ് ലിറ്റിൽ മൂവ്മെൻറ്റ്, ഇവിടുത്തെ മെയിൻ ഡിഫറൻ്റ് എന്ന് പറയുന്നത് ഇതും തമ്മിലുള്ള ഡിഫറൻ്റ് എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. അതായത് ഇപ്പോൾ ക്യാമറ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു ലിറ്റിൽ മൂവ്മെൻറ്റ് ഉള്ളിടത്ത് മാത്രം ആ റെക്കോർഡ് ചെയ്ത് എടുക്കും. സ്റ്റോറേജ് കൺവേർട്ട് ചെയ്ത് കംപ്രഷനിലേക്ക് എടുക്കും. അല്ലാത്ത ഏരിയ അപ്പോൾ ഈ ക്യാമറ മൊത്തം റെക്കോർഡ് ചെയ്തു. ഓക്കെ, ഈ റെക്കോർഡ് ചെയ്തു ഫസ്റ്റ് സെക്കൻഡിൽ. രണ്ടാമത്തെ സെക്കൻഡിലും അനക്കമില്ല, ഇതന്നെ റെക്കോർഡ് ചെയ്യുന്നത്. മൂന്നാമത്തെ സെക്കൻഡിൽ ഞാൻ ഇങ്ങി. അപ്പോൾ എന്ത് മാറുന്നില്ല? ഈ ഒരു സംഭവങ്ങളൊന്നും മാറുന്നില്ല, ഞാൻ മാത്രമേ മാറുന്നുള്ളൂ. അപ്പോൾ എന്നെ മാത്രമേ ഒരു ക്യാപ്ചർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ H.264 ആണെന്നുണ്ടെങ്കിൽ എന്നെ ഫുള്ളെടുക്കും. രണ്ടാമത്തെ സെക്കൻഡിൽ ഫുൾ എടുക്കും, മൂന്നാമത്തെ സെക്കൻഡിലും ഫുൾ എടുക്കും. അപ്പോൾ ഫുൾ എടുക്കുമ്പോൾ എന്തുണ്ട്? അത്രയും സ്പേസ് പോകും. ഇവരെന്ത് ചെയ്യുന്നത്? H.265+ എന്ത് ചെയ്യുന്നത്? ഒന്നാമത്തെ സെക്കൻഡിൽ ഇത് ഫുൾ എടുക്കും. രണ്ടാമത്തെ സെക്കൻഡിൽ ഞാൻ അനങ്ങി അല്ലെങ്കിൽ വേറെ ആരെ TV ഇതാണ് അനങ്ങണമെന്നുണ്ടെങ്കിൽ ആ അനങ്ങുന്ന സാധനത്തിന് മാത്രമേ അത് ക്യാപ്ചർ ഉള്ളൂ. ബാക്കിയുള്ള സാധനം എന്താണ്? ആ ഒന്നാമത്തെ സെക്കൻഡിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രയും സ്റ്റോറേജ് അവിടെ സേവ് ചെയ്യുന്നുണ്ട്. അതാണ് പറയുന്നത് ലിറ്റിൽ മൂവ്മെൻറ്റ് അല്ലേ. ചെറിയ മൂവ്മെൻറ്റ് ഉള്ളകളിൽ മാത്രം ഇതിനെ റെക്കോർഡ് ചെയ്യും. വിത്ത് ലിറ്റിൽ മൂവ്മെൻറ്റ് ഉള്ള മാത്രമേ റെക്കോർഡ് ചെയ്യും. അപ്പോൾ അത്രയും സ്പേസ് നമുക്ക് യൂട്ടിലൈസ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ഇതിൽ ഡിഫറൻസ് എന്താണ്? H.265+ൻ്റെ ഡിഫറൻസ് എന്താണ്? അഡ്വാൻസ് വേർഷനാണ്. ഇക്വേഷൻ പോലത്തെ ബ്രാൻഡുകളൊക്കെ യൂസ് ചെയ്യുന്നതാണ്, ഇപ്പോഴത്തെ നിലവിൽ യൂസ് ചെയ്യുന്നതാണ്. സ്മാർട്ട് കംപ്രഷനാണ് ഇതിൽ വരുന്നത്. ലിറ്റിൽ മൂവ്മെൻറ്റ് ഉള്ള ഭാഗം മാത്രം റെക്കോർഡ് ചെയ്തിട്ട് ബാക്കിയുള്ള അതിനെ റെക്കോർഡ് ചെയ്ത് പിന്നീടുള്ള റെക്കോർഡിങ്ങിലൊക്കെ മൂവ്മെൻറ്റ് മാത്രം റെക്കോർഡ് ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത്. പിന്നെ അതുകൊണ്ടുള്ള ഗുണം എന്താണ്? ദിസ് ഹെൽപ്സ് എക്സ്റ്റെൻഡ് സ്റ്റോറേജ് ടൈം ആൻഡ് റെഡ്യൂസ് ബാൻഡ് വിഡ്ത്ത് യൂസേജ് ഈവൻ മോർ ദാൻ H.265. അതായത് this helps extend storage time and reduce bandwidth usage even more than. അപ്പോൾ H.265 നമുക്ക് എന്ത് കിട്ടും? സ്റ്റോറേജ് കിട്ടും. സ്റ്റോറേജ് ടൈം നമുക്ക് കിട്ടും, എക്സ്റ്റെൻഡ് ആയി കിട്ടുമെന്നുള്ളത്. ബാൻഡ് വിഡ്ത്തും കുറയും.